8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ ദി 7 ഏജസ് ഓഫ് മാൻ എന്ന് പറയുന്ന പോയവും അതിലെ ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പോയത്തിൻ്റെ പേര് വരുന്നത് ദി 7 ഏജസ് ഓഫ് മാൻ എന്നാണ് അല്ലേ. എന്ന് വെച്ചാൽ എന്താ, മനുഷ്യ ജീവിതത്തിലെ 7 ഘട്ടങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ പോയം എഴുതിയിട്ടുള്ളത് ആരാ? വില്യം ഷേക്സ്പിയർ ആണ്. then നമുക്ക് പോയം നോക്കാം. ഓൾ ദി വേൾഡ് ഇസ് എ സ്റ്റേജ്. എന്താ, ഈ ലോകം എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? ഒരു സ്റ്റേജാണ്, ഒരു വേദിയാണെന്നാണ് പറയുന്നത്. ആൻഡ് ഓൾ ദി മെൻ ആൻഡ് വിമൺ മിയർലി പ്ലേയേഴ്സ്. അതുപോലെ എല്ലാ സ്ത്രീ പുരുഷന്മാരുമെല്ലാം തന്നെ എന്താണ്, ഈ സ്റ്റേജിൽ കളിക്കാൻ വന്നിട്ടുള്ള വെറും പ്ലേയേഴ്സ് അല്ലേ അവിടെ. അതുപോലെ എല്ലാ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ എന്താണ്, അവരെല്ലാം കേവലം ഒരു പ്ലേയേഴ്സ് മാത്രമാണ്. പ്ലേയേഴ്സ് എന്ന് വെച്ചാൽ ഇവിടെ ആക്ടേഴ്സ് എന്നുള്ള മീനിങ് ആണ്. എന്ന് വെച്ചാൽ എന്താ, അഭിനേതാക്കൾ അല്ലെങ്കിൽ നടന്മാർ അല്ലേ. ആ ഒരു എന്താ ലോകം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ജീവിതം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ എന്താ വെറും ഒരു എന്താ അഭിനേതാക്കൾ അല്ലെങ്കിൽ എന്താ പ്ലേയേഴ്സ് മാത്രമാണ് ഈ പുരുഷന്മാരും സ്ത്രീകളും എല്ലാം എന്നാണ് പറയുന്നത്. ദേ ഹാവ് ദെയർ എക്സിറ്റ്സ് ആൻഡ് ദെയർ എൻട്രൻസസ്. ഇവർക്കെല്ലാം എന്താ അവരുടേതായിട്ടുള്ള എക്സിറ്റും ഉണ്ട്, എൻട്രൻസും ഉണ്ട് അല്ലേ. എൻട്രൻസ് എന്ന് വെച്ചാൽ എന്താ, അതിലേക്ക് കടക്കാനുള്ള വഴി. അതുപോലെ തന്നെ എക്സിറ്റ്, അതിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴിയും അവർക്കുണ്ടെന്നാണ് പറയുന്നത്. എന്തിൽ നിന്നാണ് ഇവിടെ ഈ വേദിയിലേക്ക് കടക്കാനുള്ള? വേദി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജീവിതം എന്ന് പറയുന്ന വേദിയെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ജീവിതത്തിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുമ്പോൾ എന്താ, ജനനം അല്ലേ. ജനനത്തിലൂടെ അവർ ആ ഒരു ജീവിതം എന്ന വേദിയിലേക്ക് എന്താ എൻ്റർ ആവുകയാണ് അല്ലേ, പ്രവേശിക്കുകയാണ്. then അതിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നത്, ആ എക്സിറ്റ് എന്ന് പറയുന്നത് എന്തിനെയാണ്? മരണത്തെയാണ് അല്ലേ. മരണത്തിലൂടെ ഇവർ ഈ ജീവിതം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് ഒരു പുറത്തേക്ക് കടക്കുകയും ചെയ്യുകയാണ്. അതിനെയാണ് ഇവിടെ കവി ഉദ്ദേശിച്ചിട്ടുള്ളത്. ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ടൈം പ്ലേസ് മെനി പാർട്സ്. അതുപോലെ ഒരു മനുഷ്യന് അവൻ്റെ ആ സമയത്തിലെ ഈ സ്റ്റേജിൽ, ഈ ജീവിതമാകുന്ന ആ വേദിയിൽ അവന് കിട്ടുന്ന ആ ഒരു സമയത്ത് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലേസ് മെനി പാർട്സ്. മെനി പാർട്സ് എന്ന് വെച്ചാൽ മെനി റോൾസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അവന് ഈ ജീവിതമാകുന്ന ഈ ഒരു സ്റ്റേജിൽ ഓരോ മനുഷ്യനും ഓരോ വ്യക്തിയും എന്താണ്, ഒരുപാട് റോളുകളാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അല്ലേ. ഒരുപാട് വേഷങ്ങൾ ആടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഹിസ് ആക്ട്സ് ബീയിങ് 7 ഏജസ്. അങ്ങനെയുള്ള അവൻ്റെ ആക്റ്റുകൾ അല്ലെങ്കിൽ അവൻ്റെ ആ റോളുകൾ എത്ര ഘട്ടങ്ങളാണെന്നാണ് പറയുന്നത്? 7 ഏജസ് ആണ്, 7 ഘട്ടങ്ങളായിട്ടാണ് ഉള്ളതെന്നാണ് പറയുന്നത്. അറ്റ് ഫസ്റ്റ് ദ ഇൻഫൻറ്റ്. അതിലെ ഏറ്റവും ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് എന്താ, ഇൻഫൻ്റ് ആയിരിക്കുന്ന. ഇൻഫൻ്റ് എന്ന് വെച്ചാൽ എന്താ, നന്നേ ചെറിയ കുട്ടിയായിരിക്കില്ല, നല്ല കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്തെയാണ് നമ്മൾ ഈ ഇൻഫൻ്റ് എന്ന് പറയുന്നത്. അതാണ് ഈ 7 ഘട്ടങ്ങളിലെ ഫസ്റ്റ് ഘട്ടം എന്നാണ് പറയുന്നത്. മ്യൂളിങ് ആൻഡ് പക്കിങ് ഇൻ ദ നേഴ്സസ് ആംസ്. ആ സമയത്ത് എങ്ങനെയാണ് എന്താ, നേഴ്സിൻ്റെ കൈകളിലിരുന്ന് എന്തൊക്കെ ചെയ്യും? കരയുകയും ചെയ്യും. അതുപോലെ തന്നെ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രായം, അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ദ വിന്നിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സ്കെച്ച്ൽ. എന്താ, പിന്നീട് അവനൊരു സ്കൂൾ ബോയ് ആയി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്താ, ഒരു നേഴ്സിൻ്റെ കയ്യിൽ കിടന്ന് കരയുന്ന കുഞ്ഞു കുട്ടിയിൽ നിന്ന് അവൻ എന്തായി മാറുന്നുണ്ട്? ഒരു സ്കൂൾ ബോയ് ആയി മാറുന്നുണ്ട് അല്ലേ. എങ്ങനെയുള്ള സ്കൂൾ ബോയ്? വിന്നിങ് എന്ന് വെച്ചാൽ പരാതിപ്പെട്ട് കരയുന്ന ഒരു കരഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടി. വിത്ത് ഈസ് സ്കെച്ചൽ എന്ന് വെച്ചാൽ ചെറിയ സ്കൂൾ ബാഗിനെയാണ് സ്കെച്ചൽ എന്ന് പറയാം. ബാഗും എടുത്തുകൊണ്ട് പരാതിപ്പെട്ട് കരഞ്ഞുകൊണ്ടൊക്കെ സ്കൂളിലേക്ക് പോകുന്ന ഒരു സ്കൂൾ ബോയ് ആയി മാറുന്നുണ്ട്. ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ്. എന്താ, രാവിലെ നല്ല ഷൈനിങ് ആയിട്ട് നല്ല തെളിഞ്ഞ ഫ്രഷായ മുഖത്തോടെ എഴുന്നേൽക്കുന്ന കുട്ടിയാണ്. ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അൺവില്ലിംഗ്ലി ടു സ്കൂൾ. പിന്നീട് സ്കൂളിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? ഒരു ഒച്ച് ഇഴയുന്ന പോലെ ഇങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണ് ആ കുട്ടി സ്കൂളിലേക്ക് പോകുന്നത് അല്ലേ. ആൻഡ് ദെൻ ദി ലവർ. ഇനി നെക്സ്റ്റ് സ്റ്റേജാണ് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഇൻഫൻറ്റ്, ഒരു ശിശു, ഒരു ചെറിയ കുഞ്ഞായിരിക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ്. ദെൻ സെക്കൻഡ് വരുന്നത് സ്കൂൾ ബോയ് ആയിരിക്കുന്ന ആ ഒരു സ്റ്റേജ് അല്ലേ. ദെൻ തേർഡ് വരുന്നതാണ് ഇവിടെ ലവർ എന്ന് പറയുന്ന സ്റ്റേജ്. ഓക്കെ. സയിങ് ലൈക്ക് ഫർനസ്. സയിങ് എന്ന് വെച്ചാൽ എന്താ, നെടുവീർപ്പിടുക. ലൈക്ക് ഫർനസ്, എങ്ങനെയാണെന്ന് പറയുന്നത്? ഫർനസ് എന്ന് വെച്ചാൽ തീച്ചൂള പോലെ നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുക അല്ലെ, നിരാശയോടെ നെടുവീർപ്പിടുന്ന ഒരു എന്താ ലവറെയാണ് നമുക്കിവിടെ പറയുന്നത്. വിത്ത് എ വോഫുൾ ബലാഡ് മെയ്ഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ. എങ്ങനെയാണ് അവൻ്റെ മിസ്ട്രസ് ആയിട്ടുള്ള അല്ലേ, അവൻ്റെ കാമുകിയുടെ ഐബ്രോയെ, പുരികത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു വോഫുൾ ബലാഡ് എന്ന് വെച്ചാൽ എന്താ? വോഫുൾ എന്ന് വെച്ചാൽ സാഡ്ലി എന്നുള്ള മീനിങ് ആണ്. ഒരു ദുഃഖത്തോടെയുള്ള
ഒരു സോങ്ങും പാടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സ്റ്റേജിലെ ഒരു ലവർ സ്റ്റേജ്. ദെൻ എ സോൾജിയർ, പിന്നീട് ഒരു സോൾജിയറുടെ, ഒരു സൈനികൻ്റെ സ്റ്റേജിലാണ് എത്തിയിട്ടുള്ളത് അല്ലേ. ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓഡ്സ്, എന്താണ് ഫുള്ളായിട്ടും എങ്ങനെയുള്ളതാ, സ്ട്രേഞ്ച് ആയിട്ടുള്ള വിചിത്രമായിട്ടുള്ള ഓട്സ് എന്ന് വെച്ചാൽ പ്രോമിസ് അല്ലെങ്കിൽ പ്രതിജ്ഞകൾ അല്ലേ, വിചിത്രമായിട്ടുള്ള പ്രതിജ്ഞകളൊക്കെ നിറഞ്ഞ ഒരു സ്റ്റേജാണത്. ആൻഡ് ബിയർഡഡ് ലൈക്ക് ദ പാഡ്, അതുപോലെ പാഡ് എന്ന് വെച്ചാൽ ഇവിടെ ലിയോ പാഡ്, പുള്ളിപ്പുലി ഉണ്ടല്ലോ, അതിനെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ പുള്ളിപ്പുലിയെ പോലെ താടിയും മീശയൊക്കെയുള്ള ആ ഒരു സ്റ്റേജ്. ദെൻ ജലസ് ഇൻ ഹണർ, അതുപോലെ ഹണർ എന്ന് വെച്ചാൽ ബഹുമതികളിലൊക്കെ അസൂയപ്പെടുന്ന ഒരു സ്റ്റേജാണെന്നാണ് പറയുന്നത് അല്ലേ. മറ്റുള്ളവർ ഉയരങ്ങളിൽ എത്തുന്നതിലൊക്കെ ഒരു ജലസ് ഉള്ള, ഒരു അസൂയ ഉള്ള, കുശുമ്പൊക്കെ ഉള്ള ഒരു സ്റ്റേജ്. സഡൻ ആൻഡ് ക്വിക്ക് ഇൻ ക്വാറൽ, ക്വാറൽ എന്ന് വെച്ചാൽ വഴക്ക്, പെട്ടെന്ന് അല്ലെങ്കിൽ വേഗത്തിൽ വഴക്കൊക്കെ കൂടുന്ന ഒരു ഇതില്ലേ എന്ന് വെച്ചാൽ ഇവിടെ ഒരു സോൾജിയറെ പോലെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഒരു സൈനികൻ പെട്ടെന്ന് യുദ്ധങ്ങളും ഇതൊക്കെ നടക്കുമ്പോൾ പെട്ടെന്ന് വഴക്കിനും ഇതിനൊക്കെ റെഡിയാകുന്ന ഒരു രീതിയല്ലേ ഉണ്ടാവുക, അതുപോലെയാണ് മനുഷ്യരും എന്നാണ് പറയുന്നത്. സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ, റെപ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ പ്രശസ്തി അല്ലെങ്കിൽ ബഹുമതി. ചെറിയ ബബിൾ റെപ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ ബബിൾ എന്ന് വെച്ചാൽ കുമിള പോലെ അല്ലേ, ഒരു നിമിഷത്തേക്ക് കുമിള പെട്ടെന്ന് പൊട്ടിപ്പോകില്ല, അതുപോലെ നൈമിഷികമായ അല്ലെങ്കിൽ നിമിഷ നേരത്തേക്കുള്ള ബഹുമതിയൊക്കെ പ്രതീക്ഷിക്കൂ അല്ലേ. ഈവൻ ദ കാനൺസ് മൗത്ത്, കാനൺ എന്ന് വെച്ചാൽ ഇവിടെ ലാർജ് ഗൺ, വലിയ തോക്കുണ്ടാവില്ലേ അല്ലെങ്കിൽ പീരങ്കി ഉണ്ടാവില്ലേ, അതിനെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയല്ല, പീരങ്കിയുടെ മുൾമുനയിൽ ഇങ്ങനെ അതിൻ്റെ ഫ്രണ്ടിലല്ലേ, ഇപ്പോൾ വെടിവെച്ചാൽ മരിക്കുമെന്നുള്ള സ്ഥിതിയിൽ മരണത്തിൻ്റെ തൊട്ട് മുന്നിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും അവൻ എന്തിനെ തേടുക എന്നാണ് പറയുന്നത്, നൈമിഷികമായിട്ടുള്ള അല്ലേ, നിമിഷ നേരത്തേക്കുള്ള പ്രശസ്തിയെ അല്ലെങ്കിൽ ബഹുമതിയെ തേടുന്നവനായിരിക്കും. ഇവിടെ സോൾജിയറിനെ പോലെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലേ. സോൾജിയർ സൈനികർ മറ്റ് ടീമിൻ്റെ തോക്കിൻ്റെ മുന്നിലായിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത് അല്ലേ. മരണത്തിന് മുൾമുനയിൽ നിൽക്കുന്ന സമയത്തും അവർക്ക് മരിച്ചാലും വേണ്ടിയില്ല, ജയിക്കണം എന്നുള്ള ഒരു മൈൻഡായിരിക്കും ഉണ്ടാവും അല്ലേ. ആ ഒരു രീതിയിലുള്ള ഒരു സ്റ്റേജാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദെൻ ദി ജസ്റ്റിസ്, നെക്സ്റ്റ് വരുന്നത് ജസ്റ്റിസിൻ്റെ ഒരു ജഡ്ജിൻ്റെ അല്ലെങ്കിൽ ഒരു ന്യായാധിപൻ്റെ സ്റ്റേജാണ്. ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് ക്യാപ്പ് ആൻഡ് ലൈൻഡ്, ഇവിടെ നല്ല റൗണ്ട് ബെല്ലി ഉണ്ട് അല്ലേ, നല്ല മാംസലമായിട്ടുള്ള ഒരു കുടവയറുള്ള ആളാണ്. വിത്ത് ഗുഡ് ക്യാപ്പ് ആൻഡ് ലൈൻഡ്, എന്ത് കഴിച്ചിട്ടാ, ക്യാപ്പ് ആൻഡ് ലൈൻഡ് എന്ന് വെച്ചാൽ കൊഴുത്ത ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട്, ഈ ചിക്കനൊക്കെ കഴിച്ചിട്ട് നല്ല മാംസളമായിട്ടുള്ള ഒരു റൗണ്ട് ബെല്ലി, ഒരു കുടവയറുള്ള ആളാണ് അല്ലേ. വിത്ത് ഐ സിവിയർ, അതുപോലെ കണ്ണുകൾ എങ്ങനെയുള്ളതാ, ഗൗരവമുള്ള കണ്ണുകൾ. ആൻഡ് ബിയേർഡ് ഓഫ് ഫോർമൽ കട്ട്, അതുപോലെ ബിയേർഡ് താടിമീശയൊക്കെ എങ്ങനെയാണ്, ഫോർമലായിട്ടുള്ള സാധാരണ ഔപചാരികമായിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഫുൾ ഓഫ് വൈസ് സോസ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ്, പറയുന്നത് സോസ് എന്ന് വെച്ചാൽ പ്രോവർബ്, പഴഞ്ചൊല്ലുകൾ, ജ്ഞാനപൂർണ്ണമായിട്ടുള്ള പഴഞ്ചൊല്ലുകളിലെ ഓരോ കാര്യങ്ങൾക്കും പഴഞ്ചൊല്ലുകളോടൊക്കെ ഉപമിച്ച് ഇങ്ങനെ പറയൂലേ, അങ്ങനെയുള്ളതും. അതുപോലെ മോഡേൺ ഇൻസ്റ്റൻസസ്, കാലാനുസൃതമായിട്ടുള്ള ഓരോരോ ഉദാഹരണങ്ങളൊക്കെ ചേർത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്ന അതിനൊക്കെ ഒരു കഴിവുള്ള ആൾ. ആൻഡ് സോ ഹി പ്ലേസ് ഹിസ് പാർട്ട്, ഈ രീതിയിലാണ് അയാൾ തൻ്റെ ആ ഒരു പാർട്ട്, തൻ്റെ ആ ഒരു ഭാഗം അഭിനയിക്കുന്നത് എന്നാണ് പറയുന്നത് അല്ലേ. ഈ ഒരു ജസ്റ്റിസ് സ്റ്റേജിൽ എന്താ ചെയ്യുന്നതെന്ന് പറയുന്നത്, ഈ പഴഞ്ചൊല്ലുകളും അതുപോലെ ഓരോ കാലാനുസൃതമായ ഓരോ സംഭവങ്ങൾക്കനുസരിച്ച് ഉദാഹരണങ്ങളോടൊക്കെ ഉപമിച്ച് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതിനെയാണ് ഇവിടെ ജസ്റ്റിസ് സ്റ്റേജ് എന്ന് പറയുന്നത്. ദ സിക്സ്ത് ഏജ് ഷിഫ്റ്റ്സ് ഇൻറ്റു ദ ലീൻ ആൻഡ് സ്ലിപ്പേർഡ് പാന്തലൂൺ, പറയുന്നത് സിക്സ്ത് ഏജ് ആയപ്പോൾ അല്ലേ, ആറാമത്തെ ആ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ലീൻ എന്ന് വെച്ചാൽ മെലിഞ്ഞതാണ്. ആൻഡ് സ്ലിപ്പേർഡ് പാന്തലൂൺ എന്ന് വെച്ചാൽ ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ട്രൗസേഴ്സ് അല്ലേ, ലൂസ് ഫിറ്റ് ആയിട്ടുള്ള പാൻറ്റൊക്കെയാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത് അല്ലേ. ആൻഡ് പൗച്ച് ഓൺ സൈഡ്, അതുപോലെ സൈഡിൽ പൗച്ച് ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ. ഒരു പൗച്ച് പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കവിളിനെ ആയിരിക്കും ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും അല്ലേ. ദെൻ ഹിസ് യൂത്ത്ഫുൾ ഹോഴ്സ് വെൽ സേവ്ഡ് എ വേൾഡ് ടു വൈഡ് ഫോർ ഹിസ് ഷ്രങ്ക് ഷാങ്ക് അല്ലേ. ഷ്രങ്ക് എന്ന് വെച്ചാൽ ചുരുങ്ങുക, ഷാങ്ക് എന്ന് വെച്ചാൽ എവിടെയാണ്, ഈ കാൽമുട്ടിൻ്റെയും കാൽപാദത്തിൻ്റെയും ഇടയിലുള്ള ഭാഗത്തെയാണ് ഇവിടെ ഷാങ്ക് എന്ന് ഉദ്ദേശിച്ചിട്ട്. അപ്പോൾ ഇവിടെ പറയുന്നത്, അദ്ദേഹം യുവാവായിരുന്ന സമയത്ത് ധരിച്ചിരുന്നതും അതുപോലെ അന്ന് സൂക്ഷിച്ചു വെച്ചിരുന്നതായിട്ടുള്ള ഒരു പാൻറ്, അതാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത് അല്ലേ.
അത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ക്ഷീണിച്ച ആ കാലുകൾക്ക്, പ്രായം ചെന്ന ആ കാലുകൾക്ക് അതെന്തായിട്ടുണ്ടെന്നാണ് പറയുന്നത്, അത് വളരെ വലുതായിട്ടുണ്ട്. അത്രയും ലൂസായിട്ടുള്ള ഒരു പാൻ്റ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്. ആൻഡ് ഹിസ് ബിഗ് മാൻലി വോയിസ് ടേണിങ് അഗെയിൻ ടുവാർഡ് ചൈൽഡിഷ് ട്രബിൾ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ വലിയ ഒരു പുരുഷ ശബ്ദം ഉണ്ടല്ലോ, അതെന്തായി മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്, അതൊരു ചൈൽഡിഷ് വോയിസിലേക്ക് അല്ലേ, ഒരു കുട്ടിയുടെ വോയിസിലേക്ക് വീണ്ടും തിരിയുന്നുണ്ട്. പൈപ്സ് ആൻഡ് വിസിൽസ് ഇൻ ഹിസ് സൗണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലല്ലേ, അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് അതിലെന്താ വലിവും അതുപോലെ കുറുകലും ഒക്കെ വരുന്നുണ്ടല്ലേ. പ്രായമായവർ സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു കാര്യത്തെയാണ് ഇവിടെ പറയുന്നത്. ലാസ്റ്റ് സീൻ ഓഫ് ഓൾ. അങ്ങനെ എന്താ പറയുന്നത്, ഇപ്പോൾ ഈ 7 സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ. ഈ സ്റ്റേജുകളുടെ എല്ലാം അവസാനം എങ്ങനെയായിരിക്കും, ദാറ്റ് എൻഡ്സ് ദിസ് സ്ട്രേഞ്ച് ഇവൻറ്റ്ഫുൾ ഹിസ്റ്ററി. ഈ എന്താ സ്ട്രേഞ്ച് ആയിട്ടുള്ളത്, അസാധാരണമായിട്ടുള്ളതും അതുപോലെ ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ളല്ലേ, സംഭവ ബഹുലമായിട്ടുള്ളതുമായ ഈ ചരിത്രത്തിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്, ഈസ് സെക്കൻഡ് ചൈൽഡിഷ്നെസ് ആൻഡ് മിയർ ഒബ്ലിവിയൻ. എന്താ പറയുന്നത്, ഒരു സെക്കൻഡ് ചൈൽഡിഷ്നെസ് അല്ലേ, ഒരു രണ്ടാം കുട്ടിക്കാലം പോലെ ആയിരിക്കും. ആൻഡ് മിയർ ഒബ്ലിവിയൻ എന്ന് വെച്ചാൽ എന്താ, മറവില്ലേ, കംപ്ലീറ്റ്ലി ആകെ മറന്നു പോയിട്ടുള്ള, ആകെ മറവി ബാധിച്ചിട്ടുള്ള ഒരു കാലമായിരിക്കും അല്ലേ. എന്താ, ഒരാളുടെ അവസാന കാലത്തെയാണ് അല്ലേ, ജീവിതത്തിൻ്റെ അവസാന കാലത്തെയാണ് ഇവിടെ പറയുന്നത്. അതെങ്ങനെയാണെന്ന് പറയുന്നത്, ഒരു സെക്കൻഡ് ചൈൽഡ്ഹുഡ് പോലെ അല്ലേ, ഒരു രണ്ടാം കുട്ടിക്കാലം പോലെ, ചെറിയ കുട്ടികളെ പോലെ ബെഡിൽ അങ്ങനെ കിടക്കായിരിക്കും അല്ലേ. ദെൻ അതുപോലെ മിയർ ഒബ്ലിവിയൻ ആയിരിക്കും, ആകെ കംപ്ലീറ്റ്ലി ഫോർഗെറ്റ് ചെയ്തിട്ടുണ്ടാവും, എല്ലാ കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ടാവും അല്ലേ, ആകെ മറവിയുള്ള ഒരു സമയമായിരിക്കും. ആൻഡ് സാൻസ് ടീത്ത്. അതുപോലെ സാൻസ് എന്ന് വെച്ചാൽ വിത്തൗട്ട് എന്ന് വെച്ചാൽ ഇല്ലാതെ, സാൻസ് ടീത്ത് എന്ന് വെച്ചാൽ പല്ലുകൾ ഉണ്ടായിരിക്കില്ല അല്ലേ, പല്ലുകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാകും. ദെൻ സാൻസ് ഐസ്. അതുപോലെ കണ്ണുകളില്ലാതെ എന്ന് വെച്ചാൽ എന്താ, കാഴ്ച ഉണ്ടാവില്ല. സാൻസ് ടേസ്റ്റ്. അതുപോലെ എന്താ, ടേസ്റ്റിലെ രുചി ഉണ്ടാവില്ല. സാൻസ് എവറിത്തിങ്. അതുപോലെ ഒന്നും ഉണ്ടാവില്ല അല്ലേ. അങ്ങനെയുള്ള ഒരു രണ്ടാം കുട്ടിക്കാലമായിരിക്കും ഈ ഏറ്റവും അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ പോയത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ആ ഒരു ജീവിത കാലഘട്ടത്തിലെ 7 ഏജസ് അല്ലേ, 7 ഘട്ടങ്ങളാക്കി തിരിച്ചിട്ടുള്ളതാണ്. ആ ഓരോ ഘട്ടത്തെക്കുറിച്ചുമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ ഇനി ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഹൗ ഈസ് ഇൻഫാൻസി ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ് ഡിസ്ക്രൈബ്. എന്താ, ഇവിടെ ഇൻഫാൻസി എന്ന് പറയുന്ന ആ ഒരു കൈക്കുഞ്ഞായിരിക്കുന്ന ആ ഒരു ശൈശവ കാലഘട്ടത്തെക്കുറിച്ച് എന്താണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അല്ലേ, എങ്ങനെയാണ് വിവരിച്ചിട്ടുള്ളത്. വാട്ട് ആർ ദ ആക്ഷൻസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ആ ഒരു സ്റ്റേജിൽ നടക്കുന്ന ആക്ഷൻസ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയായിരുന്നു? ഇൻഫാൻസി ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ സ്റ്റേജ് ഓഫ് ഹെൽപ്ലെസ്നെസ് ആൻഡ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്. ഇൻഫാൻസി എന്ന് പറയുന്നത് എന്താ, ഒരു ഹെൽപ്ലെസ്നെസ്സിൻ്റെ അല്ലേ, നിസ്സഹായ അവസ്ഥയുടെ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും മറ്റുള്ളവരെ ആശ്രയിച്ച് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു സ്റ്റേജാണ് ഇൻഫാൻസി. ദി ബേബി ക്രൈസ് ആൻഡ് വോമിറ്റ്സ് ഇൻ ദ നഴ്സസ് ആംസ്. അതുപോലെ ബേബി എന്താ ചെയ്യുന്നത്, കരയുകയും അതുപോലെ എന്താ വോമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് അല്ലേ, എവിടെ, നേഴ്സിൻ്റെ കൈകളിൽ കിടന്നുകൊണ്ട്. അങ്ങനെയാണ് ഇൻഫൻസിയെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് വൺ, വിത്ത് വിച്ച് ഏജ് മെൻഷൻഡ് ഇൻ ദി എക്സ്ട്രാക്ട് ഡു യു ഐഡൻറ്റിഫൈ നൗ വൈ. ഇനി ഇവിടെ എന്താ, ഇവിടെ ഒരുപാട് സ്റ്റേജുകൾ പറഞ്ഞു അല്ലേ, അതിൽ ഏത് സ്റ്റേജിലാണ് നിങ്ങൾക്ക് നിങ്ങളെ മെൻഷൻ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ കാണാനായിട്ട് പറ്റുന്നത്, എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളിതിൽ ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. സോ നിങ്ങൾ ഏത് സ്റ്റേജിലാണ് ഉള്ളത്? യെസ്, ഒരു സ്കൂൾ ബോയ് സ്റ്റേജിലാണ് വരുന്നത് അല്ലേ. സോ ഐ ഐഡൻറ്റിഫൈ വിത്ത് ദ സ്കൂൾ ബോയ് സ്റ്റേജ്. ബിക്കോസ് നോ ഐ ആം എ സ്റ്റുഡൻറ്റ്. കാരണം എന്താ, ഞാനിപ്പോൾ ഒരു സ്റ്റുഡൻ്റാണ്. ഐ ആം ഗോയിങ് ടു സ്കൂൾ എവറി ഡേ വിത്ത് മൈ സ്കൂൾ ബാഗ്. ഞാൻ എൻ്റെ സ്കൂൾ ബാഗും കൊണ്ട് എന്നും സ്കൂളിലേക്ക് പോകും. സംടൈംസ് ഫീൽസ് ലേസി ഓർ സാഡ് ടു ഗോ ടു സ്കൂൾ ജസ്റ്റ് ലൈക്ക് ദ ബോയ് ഇൻ ദി പോയം. ചില സമയത്ത് ഈ പോയത്തിലുള്ള കുട്ടിയുടെ പോലെ തന്നെ സ്കൂളിലേക്ക് പോകാനായിട്ട് മടിയും അതുപോലെ സങ്കടമൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ക്വാളിറ്റീസ് അട്രിബ്യൂട്ടഡ് ടു ദ സോൾജിയർ, വാട്ട് ഡസ് ഹി സീക്ക്. ഇവിടെ സോൾജിയറെ കുറിച്ച്, പട്ടാളക്കാരനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. പട്ടാളക്കാരന് എന്താ അത്യാവശ്യമായിട്ടുള്ള ക്വാളിറ്റീസ് അല്ലേ, ഒരു പട്ടാളക്കാരന് മാച്ച് ആയിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
ദെൻ വാട്ട് ഡസ് ഹി സീക്ക്, അതുപോലെ അദ്ദേഹം സീക്ക് ചെയ്യുന്നത്, അദ്ദേഹം അന്വേഷിച്ച് നടക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം നേടണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തായിരുന്നു, അതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ദി സോൾജിയർ ഈസ് ബ്രേവ്, ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓട്സ്, റെഡി ടു ഫൈറ്റ്. സോൾജിയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, ബ്രേവ് ആണ് അല്ലേ, ധൈര്യവാനാണ്. ദെൻ അതുപോലെ തന്നെ സ്ട്രേഞ്ച് ആയിട്ടുള്ള പ്രോമിസുകളൊക്കെ എടുക്കുന്ന ആളാണ്. ദെൻ അതുപോലെ റെഡി ടു ഫൈറ്റ് അല്ലേ, ഫൈറ്റ് ചെയ്യാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്ന ആളാണ്. ദെൻ ഹി സീക്സ് എ ഷോർട്ട് ലിവ്ഡ് ഫെയിം ഇവൻ ഇഫ് ഹിസ് ലൈഫ് ഇൻ ഡേഞ്ചറസ് സിറ്റുവേഷൻ. അതുപോലെ അദ്ദേഹം സീക്ക് ചെയ്യുന്നത് എന്താ ചോദിച്ചിട്ടുണ്ട് അല്ലേ, അദ്ദേഹത്തിൻ്റെ ലൈഫ് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിലും, അല്ലെങ്കിൽ എന്താ അദ്ദേഹത്തെ എന്താ തോക്കിൻ്റെ മുന്നിലാണ് അദ്ദേഹം നിൽക്കുന്നതെങ്കിലും അദ്ദേഹം ഒരൊറ്റ നിമിഷത്തേക്കുള്ള പ്രശസ്തിയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അല്ലേ. ഫോർത്ത് വൺ, ഹൗ ഡസ് ദ റൈറ്റർ ഡിസ്ക്രൈബ് ദ 6th സ്റ്റേജ് ഓഫ് ലൈഫ്. എങ്ങനെയാണ് ഈ 6th ഏജിനെ ഇവിടെ പോയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഹൗ ഡസ് ദിസ് ഏജ് കോൺട്രാസ്റ്റ് വിത്ത് ദ ഏർലിയർ സ്റ്റേജസ്. അതുപോലെ ഈ മുന്നേ തന്നിട്ടുള്ള ബാക്കിയുള്ള ഘട്ടങ്ങളിൽ നിന്ന് ഈ ഒരു സ്റ്റേജ് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്നും കൂടി ചോദിച്ചിട്ടുള്ളത്. ഇൻ ദ 6th സ്റ്റേജ് മാൻ ബിക്കംസ് തിൻ, വീക്ക് ആൻഡ് ഓൾഡ്. 6th സ്റ്റേജിൽ മാൻ എങ്ങനെയാണുള്ളത്, അദ്ദേഹം തിന്നാണ് അല്ലേ, മെലിഞ്ഞിട്ടാണ്, അതുപോലെ വീക്കാണ്, അതുപോലെ ഓൾഡാണ്, പ്രായമായിട്ടുണ്ട് അല്ലേ. ആ ഒരു സ്റ്റേജാണ് 6th സ്റ്റേജ് എന്ന് പറയുന്നത്. ഹി വെയർസ് ഗ്ലാസസ് ആൻഡ് ലൂസ് ക്ലോത്ത്സ് ദാറ്റ് ഡു നോട്ട് ഫിറ്റ് വെൽ. അദ്ദേഹം ധരിച്ചിരിക്കുന്നത് ഗ്ലാസ്സുകളിലെ കണ്ണട ധരിച്ചിട്ടുണ്ട്, അതുപോലെ അദ്ദേഹത്തിന് ഫിറ്റാകാത്ത ലൂസായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ചിട്ടുള്ളത്. ഹിസ് സ്ട്രോങ് വോയിസ് ബിക്കം സോഫ്റ്റ് ലൈക്ക് ചൈൽഡ്സ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ശബ്ദം കുട്ടികളെ പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ദിസ് ഏജ് ഈസ് വെരി വീക്ക് ആൻഡ് ചൈൽഡിഷ് കമ്പയർഡ് ടു ദ ഏർലിയർ സ്ട്രോങ് ആൻഡ് ആക്റ്റീവ് സ്റ്റേജസ്. മുന്നേ പറഞ്ഞിട്ടുള്ള സ്റ്റേജുകളൊക്കെ എങ്ങനെയാണ്, സ്ട്രോങ്ങും ആക്റ്റീവുമായിട്ടുള്ള സ്റ്റേജുകളായിരുന്നു അല്ലേ. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു 6th ഏജ് എന്ന് പറയുന്നത് ഭയങ്കര വീക്കായിട്ടുള്ള ഒരു ഏജാണ്. ഓക്കെ, നെക്സ്റ്റ്, നൗ റീഡ് ദ എക്സ്ട്രാക്ട് അഗെയിൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. ഇനി ഈ മുകളിൽ തന്നിരിക്കുന്ന നമ്മൾ ആ കവിത ഒന്നുകൂടി വായിക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, ഈ താഴെ തന്നിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് അല്ലേ. ടേബിളിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, ഫസ്റ്റ് ഏജ് അല്ലെങ്കിൽ സ്റ്റേജ് അല്ലേ, ഏത് ഫസ്റ്റ് ഓരോരോ സ്റ്റേജുകളല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്, അതിലുള്ള എന്താ ഓരോ ഏജുമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഫസ്റ്റ് കോളത്തിൽ. ദെൻ സെക്കൻഡ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതാം. ദെൻ അടുത്തതിൽ കീ ഇമേജറി, എങ്ങനെയാണ് നമ്മൾ ആ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഇമേജറി അല്ലേ, വർണ്ണിച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഏജിനെ, അതെന്താണെന്ന് അവിടെ എഴുതാം. ദെൻ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ആ ഒരു ഏജിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് കൂടി എഴുതാം. then എങ്ങനെ എഴുതാം, ഫസ്റ്റ് വന്നിരിക്കുന്ന ഏജ് ഏതാ, പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇൻഫൻ്റ് ആയിട്ടുള്ള കുട്ടിയായിട്ടുള്ള ഒരു പ്രായമാണ് അല്ലേ. then അതിനെ ഡിസ്ക്രിപ്ഷൻ എന്ത് എഴുതാം, ദി ഹെൽപ്ലെസ് വേ ബി ഡിപ്പെൻഡൻറ്റ് ഓൺ അതേഴ്സ്. ഹെൽപ്ലെസ് ആയിട്ടുള്ള, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു ബേബി, ഒരു കുട്ടി. then അതിൻ്റെ കീ ഇമേജറി ആയിട്ട് എന്താ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത്, ന്യൂളിങ് ആൻഡ് പ്യൂക്കിംഗ് ഇൻ ദി നേഴ്സസ് ആംസ് അല്ലേ, നേഴ്സിൻ്റെ കൈകളിൽ കരയുകയും അതുപോലെ വോമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കുട്ടി. ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് വരിക, ഇന്നസെൻ്റ് ആണ്, നിഷ്കളങ്കൻ, അതുപോലെ വൾണറബിൾ, ദുർബലൻ, അതുപോലെ നീഡി ആണല്ലേ, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾ എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നീഡി എന്ന് കൊടുത്തിട്ടില്ല. ദെൻ നെക്സ്റ്റ് വരുന്ന ഏജ് അല്ലെങ്കിൽ സ്റ്റേജ് ഏതാ, സ്കൂൾ ബോയ് സ്റ്റേജ് ആണ് അല്ലേ. ദെൻ ദ ചൈൽഡ് ഹു റെസിസ്റ്റ് ഗോയിങ് ടു സ്കൂൾ, സ്കൂളിലേക്ക് പോകുന്നതിനെ റെസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മടിക്കുന്ന ഒരു കുട്ടി അല്ലേ. ദെൻ അതിൻ്റെ കീ മേജറീസ് എന്തൊക്കെയാണ്, വിന്നിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സ്കേച്ചൽ, അതുപോലെ ക്രീപ്പിംഗ് ലൈക്ക് എ സ്നൈൽ അല്ലേ, ഒരു ഒച്ചിനെ പോലെ ഇഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു അല്ലേ, ഷൈനിങ് മോർണിംഗ് ഫേസ്, ഇതൊക്കെയാണ് തന്നിട്ടില്ലേ. ദെൻ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തൊക്കെയാണ് കൊടുക്കാം, കംപ്ലൈനിങ് ആണ് അല്ലേ, പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. ദെൻ അതുപോലെ ഹെസിറ്റൻ്റ് ആണ്, മടിയനാണ്. ദെൻ സ്ലോ ആണ് അല്ലേ, പതുക്കെയാണ്, മന്ദതയാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് ഒരു ലവറുടെ സ്റ്റേജ് ആണ് അല്ലേ, അതെന്താ ഒരു ദി യങ് മാൻ ഇൻ ലവ് ഇമോഷണൽ, ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ലവിൽ സ്നേഹത്തിലകപ്പെട്ടിട്ടുള്ള ഒരു യങ് മാനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ അതിൻ്റെ കീ മേജറീസ് എന്തൊക്കെയാണ്, സൈയിങ് ലൈക്ക് ഫർണസ് വിത്ത് എ വോഫുൾ ബലാഡ്, തീച്ചുള പോലെ ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു ഗാനവും പാടിക്കൊണ്ട് നടക്കുന്ന ഒരു ലവർ. ദെൻ അതിലെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ എഴുതാം, ഇമോഷണൽ ആണെന്ന് എഴുതാം, അതുപോലെ റൊമാൻറ്റിക് ആണെന്നും എഴുതാം അല്ലേ. നെക്സ്റ്റ് വരുന്നത് സോൾജിയർ ആണ് അല്ലേ. ദെൻ ദി ബ്രേവ് മാൻ സീക്കിംഗ് ഹണർ ആൻഡ് റെഡി ഫോർ കോൺഫ്ലിക്റ്റ്, എന്താണ് ഒരു ബ്രേവ് ആയിട്ടുള്ള ധൈര്യമുള്ള ഒരു മാനാണ്. അതുപോലെ സീക്കിംഗ് ഹണർ, ബഹുമതി അന്വേഷിച്ച് നടക്കുക അല്ലെങ്കിൽ ബഹുമതി ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളാണ്. ആൻഡ് റെഡി ഫോർ കോൺഫ്ലിക്റ്റ്, അതുപോലെ പോരാട്ടങ്ങൾക്കൊക്കെ റെഡി ആയിട്ടുള്ള ഒരാളാണ്. ദെൻ അതിൻ്റെ കീ മേജർ വരുന്നത് ഫുൾ ഓഫ് സ്ട്രേഞ്ച് വേർഡ്സ്, ബിയർഡഡ് ലൈക്ക് ദ പാഡ്,
ജലസ് ഇൻ അണർ സീക്ക് ബബിൾ റെപ്യൂട്ടേഷൻ. ഇതൊക്കെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളതാ അല്ലേ. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് വരിക? ബോൾഡാണ്, അതുപോലെ ക്യുക്ക് ടെമ്പേർഡ് ആണ് അല്ലേ, എന്താ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. ദെൻ അതുപോലെ സീക്കിംഗ് ഗ്ലോറി അല്ലേ, മഹത്വം അല്ലെങ്കിൽ എന്താ പ്രശസ്തി തേടുന്ന ഒരു വ്യക്തി കൂടിയാണ്. നെക്സ്റ്റ് വരുന്നത് ജസ്റ്റിസ് ആണ് അല്ലേ. ദെൻ അതിൽ എന്ത് എഴുതാം? വൈസ് ആൻഡ് മെച്യൂർ മാൻ ഇൻ എ കംഫർട്ടബിൾ സ്റ്റാറ്റസ്. ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു ജ്ഞാനിയായിട്ടുള്ള അതുപോലെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലേ. ദെൻ അതിൻ്റെ കീ മേജറീസ് എന്തൊക്കെയാണ്? ഫെയർ റൗണ്ട് ബെല്ലി, നല്ല എന്താ കുടവയറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഫുൾ ഓഫ് വൈസ് സോസ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ് സിവിയർ ഐസ് ബിയർഡ് ഓഫ് ഫോർമൽ കട്ട്. എന്താ ഫോർമൽ കട്ടിൽ രീതിയിൽ കട്ട് ചെയ്തിട്ടുള്ള ബിയേർഡ്. ദെൻ അതുപോലെ എന്താ ഈ പഴഞ്ചൊല്ലുകൾ അതുപോലെ മോഡേൺ ഇൻസ്റ്റൻസസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ അതിലെന്തൊക്കെ എഴുതാം? എക്സ്പീരിയൻസ്ഡ് ആണ് എന്ന് എഴുതാം, അതുപോലെ റെസ്പെക്ട്ഫുൾ ആണ് അല്ലേ. നെക്സ്റ്റ് വരുന്നത് എഴുതാം? ഓൾഡ് ഏജ് ആണ് അല്ലേ, ആ ഒരു സ്റ്റേജ് ആണ് നെക്സ്റ്റ് വരുന്നത്. സോ അതിനെങ്ങനെ എഴുതാം? ദി ഫ്രെയിൽ എൽഡർലി മാൻ ഹു ഹാസ് ലോസ്റ്റ് ഹിസ് സ്ട്രെങ്ത് ആൻഡ് എനർജി. സ്ട്രെങ്ത്തും എനർജിയും ഒക്കെ നഷ്ടമായിട്ടുള്ള ഒരു എന്താ വൃദ്ധനായിട്ടുള്ള ഒരു ദുർബലനായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. ദെൻ അതിൻ്റെ കീ മേജറീസ് എന്തൊക്കെയാണ് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ടായിരുന്നത്? ലീൻ ആൻഡ് സ്ലിപ്പേർഡ് പാന്തലൂൺ, സ്പെക്ടാക്കിൾസ് ഓൺ നോസ്, ഷ്രങ്ക് ബിഗ് മാൻലി വോയിസ്, ട്രെയിനിങ് ചൈൽഡിഷ് അല്ലേ, ഇതൊക്കെയാണ് പറഞ്ഞിട്ടില്ല. ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തൊക്കെ എഴുതാം? വീക്ക് ആണെന്ന് എഴുതാം, ഫ്രെയിലാണ്, അതുപോലെ നൊസ്റ്റാൾജിക് ആണ് അല്ലേ, എന്താ ദുർബലനാണ്, അതുപോലെ ക്ഷീണിതനാണ്, അതുപോലെ ഗൃഹാതുരനാണ്. ദെൻ ലാസ്റ്റ് വരുന്നത് എന്താ? ലാസ്റ്റ് സ്റ്റേജ് നമ്മൾ പറഞ്ഞു സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് അല്ലേ. ദെൻ ദി ഫൈനൽ സ്റ്റേജ് ഓഫ് ലൈഫ് റിസംബ്ലിങ് ഇൻഫൻസി ആൻഡ് മാർക്ക്ഡ് ബൈ ഡിപ്പെൻഡൻസി. എന്താ ഫൈനൽ സ്റ്റേജ് ആണ് അല്ലേ, ജീവിതത്തിൻ്റെ ഫൈനൽ സ്റ്റേജ് ആണ് റിസംബ്ലിങ് ഇൻഫൻസി. എന്താ ശൈശവത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള അല്ലേ, നമ്മുടെ എന്താ കുഞ്ഞായിരിക്കുന്ന ആ ഒരു രീതിയിലേക്ക് തന്നെ നമ്മൾ മാറിപ്പോകുന്ന ആ ഒരു പ്രായം. ആൻഡ് മാർക്ക്ഡ് ബൈ ഡിപ്പെൻഡൻസി, അതുപോലെ ഡിപ്പെൻഡൻസി കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് അല്ലേ, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു പ്രായം കൂടിയാണത്. കീ മെജറീസ് ഏതൊക്കെയാണ്? സെൻസ് ടീത്ത്, സെൻസ് ഐസ്, സെൻസ് ടേസ്റ്റ്, സെൻസ് എവറിത്തിങ് അല്ലേ, പല്ല്, അതുപോലെ എന്താ രുചി, കണ്ണ്, കാഴ്ച, ഇതൊക്കെ നഷ്ടമായിട്ടുള്ള ഒരു പ്രായമാണ്. ദെൻ നെക്സ്റ്റ് അതിലെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ എഴുതാം? ഡിപ്പെൻഡൻ്റ് ആണെന്ന് എഴുതാം, ഫോർഗെറ്റബിൾ ആണ് അല്ലേ, ഒക്കെ മറവി സംഭവിച്ചിട്ടുള്ള ഒരു ഏജ് ആണ്, അതുപോലെ ഹെൽപ്ലെസ്നെസ് ആണ് അല്ലേ, നിസ്സഹായ അവസ്ഥയാണ് അല്ലേ. ദെൻ ഇത്രയേ ഉള്ളൂ. ഇനി ബി ക്വസ്റ്റ്യൻ. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദി ടേബിൾ ഡിസ്കസ് ദ പോയിന്റ്സ് ആൻഡ് റൈറ്റ് എ ബ്രീഫ് പാരഗ്രാഫ് സമ്മറൈസിംഗ് ദ സെൻട്രൽ തീം ഓഫ് ദി എക്സ്ട്രാക്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഗൈഡ്ലൈൻസ് ഗിവൺ ബിലോ. ഇനി നമ്മൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനി ആ പോയിന്റ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ പോയത്തിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു തീം എന്താണ് എന്ന് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കുഞ്ഞു പാരഗ്രാഫ് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. ദി 7 Ages ഓഫ് മാൻ റിട്ടൺ ബൈ ആരാ എഴുതിയിട്ടുള്ളത്? വില്യം ഷേക്സ്പിയർ. ഈസ് ടേക്കൺ ഫ്രം ദ പ്ലേ ആസ് യു ലൈക്ക് ഇറ്റ്. ആസ് യു ലൈക്ക് ഇറ്റ് എന്ന പ്ലേയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ ദി 7 Ages ഓഫ് എന്ന് പറയുന്ന ആ ഒരു പോയം അല്ലേ. ഇൻ ദീസ് എക്സ്ട്രാക്ട് ദി വേൾഡ് ഈസ് കമ്പയർഡ് ടു എ സ്റ്റേജ്. ഇതിൽ ലോകത്തെ എന്താ ഒരു സ്റ്റേജ് ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ദി എക്സ്ട്രാക്ട് ഔട്ട്ലൈൻ 7 Ages ഓഫ് ലൈഫ്. അതുപോലെ എന്താ ജീവിതത്തിൻ്റെ 7 ഘട്ടങ്ങളെക്കുറിച്ചാണ് ഇതിൽ ഔട്ട്ലൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ പറയുന്നത്. ആൻഡ് ഇൻ ദി ഫസ്റ്റ് സ്റ്റേജ് ദി ഇൻഫൻറ്റ് ക്രൈസ് ആൻഡ് നീഡ്സ് കോൺസ്റ്റൻറ്റ് കെയർ. ആസ് ദ ചൈൽഡ് ഗ്രോസ് ഇറ്റ് എൻഡേഴ്സ് ചൈൽഡ്ഹുഡ് ആൻഡ് ഡെപിക്ട്സ് ആസ് എ വിന്നിങ് സ്കൂൾ ബോയ് ഹു ഈസ് റിലക്റ്റൻറ്റ് ടു ഗോ ടു സ്കൂൾ. ഇവിടെ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു ഇൻഫൻ്റ് ആണ്, ചെറിയ കുട്ടിയാണ്, അതെന്താ ചെയ്യുന്നത്? കരയുന്നുണ്ട് അല്ലേ, അതുപോലെ അതിന് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കെയർ ആവശ്യമായിട്ടുണ്ട് അല്ലേ. തന്നെ അതുപോലെ അത് വലുതാകുന്ന സമയത്ത് എന്താകുന്നുണ്ട്? ഒരു വിന്നിങ് സ്കൂൾ ബോയ് അല്ലേ, സ്കൂളിലേക്ക് പോകാൻ മടിയുള്ള ഒരു എന്താ പരാതിപ്പെട്ട് കരയുന്ന ഒരു സ്കൂൾ ബോയ് ആയിട്ടാണ് സെക്കൻഡ് സ്റ്റേജിൽ കുട്ടിയെ കാണുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് അഡോളസെൻസ്. നെക്സ്റ്റ് സ്റ്റേജ് ഏതാ? അഡോളസെൻസ് ആണ് അല്ലേ, ഒരു യങ് ആകുന്ന ആ ഒരു പ്രായം. wherein the young man is a lover sighing with passion and composing love poems അല്ലേ. എന്താ ഒരു യങ് മാൻ ആണ് അല്ലേ, ഒരു ലവർ ആയിട്ടുള്ള യങ് മാൻ ആണ്. അതെന്താ ഇങ്ങനെ സാഡായിട്ടുള്ള ലവ് പോയംസ് ഒക്കെ പാടി ഇങ്ങനെ നെടുവീർപ്പിട്ടുകൊണ്ട് നടക്കുന്നത്. ദെൻ ഇൻ ദി ഫോർത്ത് സ്റ്റേജ് ഹീ ഈസ് ഷോൺ ആസ് എ സോൾജിയർ ബീയിങ് ബ്രാവ് സീക്കിംഗ് ഫ്രെയിം even at the risk of his life. ദെൻ ഫോർത്ത് സ്റ്റേജിൽ എങ്ങനെയാണ്? ഒരു സോൾജിയറാണ്, നമ്മൾ പറഞ്ഞില്ലേ ധൈര്യവാനായിട്ടുള്ള സോൾജിയറാണ്. അതുപോലെ അവൻ്റെ ജീവിതം തന്നെ എന്താ എത്രയും വലിയ റിസ്ക് എടുത്താലും അതെന്താ ഒരു ബഹുമതി ലഭിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇൻ ദ ഫിഫ്ത്ത് സ്റ്റേജ് ഹീ ഈസ് ഡെപിക്റ്റഡ് ആസ് എ ജസ്റ്റിസ് ഓഫ് ദി പീസ്
എ മാൻ ഓഫ് അതോറിറ്റി വിത്ത് എ റൗണ്ട് ബെല്ലി ആൻഡ് എ സീരിയസ് ലുക്ക് സജസ്റ്റിംഗ് വിസ്ഡം. ദെൻ എന്താ ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താ ഒരു ജസ്റ്റിസിൻ്റെ സ്റ്റേജാണ് അല്ലേ. എന്താ ഒരു കുടവയറൊക്കെ ആയിട്ട് സീരിയസ് ലുക്കായിട്ടൊക്കെയുള്ള ഒരാൾ. ദ സിക്സ്ത് സ്റ്റേജ് ഈസ് ദാറ്റ് ഓഫ് ഓൾഡ് ഏജ്. അതുപോലെ സിക്സ്ത് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താ ഓൾഡ് ഏജ് ആണ് അല്ലേ. വീക്ക് ആൻഡ് വിയറിങ് ഗ്ലാസസ്. എങ്ങനെയാണ് വീക്കാണ്, അതുപോലെ എന്താ ഗ്ലാസ്സൊക്കെ കണ്ണടയൊക്കെ ധരിച്ചിട്ടുണ്ട് അല്ലേ. ദെൻ ദി ഫൈനൽ സ്റ്റേജ് ഈസ് ദാറ്റ് ഓഫ് സെക്കൻഡ് ചൈൽഡിഷ്നസ് വേർ ഇൻ ദി മാൻ റിട്ടേൺസ് to a state of dependence, losing his teeth, his sight and forgetful. എങ്ങനെയാ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് ചൈൽഡിഷ്നെസ് ആണ് അല്ലേ, രണ്ടാം ബാല്യമാണ് വരുന്നത്. then അവിടെ ആ മാന് എന്താകുന്നുണ്ട്, ഡിപ്പെൻഡൻസിലേക്ക് അല്ലേ, ചെറിയ കുട്ടിയായിരുന്ന പോലെയുള്ള ഡിപ്പെൻഡൻസിലേക്ക്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയും അതുപോലെ കാഴ്ചയും രുചിയും എല്ലാം നഷ്ടപ്പെട്ട് അതുപോലെ മെമ്മറിയൊക്കെ ലോസ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് മാറുന്നത്. ഇനി ആക്ടിവിറ്റിയാണ് റീഡ് ദീസ് ലൈൻസ് ഫ്രം ദി എക്സ്ട്രാക്ട്. ഇവിടെ ലൈൻസ് തന്നിട്ടുണ്ട് പോയത്തിലത്തെ ഏതാണ്. ആൻഡ് ദെൻ ദ വിന്നിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സ്കാച്ചൽ ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അൺവില്ലിംഗ്ലി ടു സ്കൂൾ. എന്താ പരാതിപ്പെട്ട് കരഞ്ഞുകൊണ്ട് അവൻ്റെ സ്കൂൾ ബാഗും കൊണ്ട് എന്താ ഒരു ഒച്ച ഇഴയുന്ന രീതിയിൽ അത്രയും സ്പീഡിൽ സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടി എന്ന് പറയുന്നുണ്ട് അല്ലേ. ഹിയർ ദ റൈറ്റർ കമ്പയർ ദ സ്കൂൾ ബോയ്സ് അൺവില്ലിംഗ് വാക്ക് ടു ഗോ ടു സ്കൂൾ ടു എ സ്നെയിൽസ് സ്ലോ പേസ്. ദ റൈറ്റർ യൂസസ് ദ വേർഡ് ലൈക്ക് ടു മേക്ക് ദ കമ്പാരിസൺ. ദിസ് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച്. ഡു യു നോ വാട്ട് ഇറ്റ് ഈസ്? ഇവിടെ എന്താ, ഇവിടെ ആ സ്കൂൾ ബോയ് ഇങ്ങനെ എന്താ പരാതിപ്പെട്ടുകൊണ്ട് ഇഷ്ടമില്ലാതെ സ്കൂളിലേക്ക് നടന്നു പോകുന്ന ആ കുട്ടിയുടെ ആ നടക്കുന്ന ആ ഒരു വേഗത്തെ, നടക്കുന്ന ആ ഒരു സ്പീഡിനെ ഇവിടെ ഇപ്പോൾ അതിൽ ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ എന്ന് പറയുന്നുണ്ട് അല്ലേ. ഒരു സ്നെയിലിനെ പോലെ, സ്നെയിൽ ഒരു ഒച്ചിനെ പോലെ ഇഴഞ്ഞ് അത്രയും സ്പീഡിലാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ ലൈക്ക് യൂസ് ചെയ്തുകൊണ്ട് കുട്ടിയുടെ വേഗത്തെ ഒച്ചിനെ പോലെ വേറൊരു കാര്യത്തെ പോലെയാണെന്ന് കമ്പയർ ചെയ്ത് പറയുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇതെന്താണ്, ഇതൊരു ഫിഗർ ഓഫ് സ്പീച്ചാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. നമ്മൾ ലൈക്ക് അല്ലെങ്കിൽ ആസ് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്താ വേറൊരു കാര്യവുമായി ബന്ധപ്പെടുത്തി നമ്മളെ കമ്പയർ ചെയ്ത് പറയുന്നതിന് നമ്മൾ എന്താ പറയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് സിമിലി എന്നാ പറയാം. ഓക്കെ, സോ സിമിലി എന്താ ഇവിടെ താഴെ തന്നിട്ടുണ്ട്. സിമിലി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് that compares two different things using the words like or as. It states that one thing is similar to another. സിമിലി എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന പോലെ തന്നെ ലൈക്ക് അല്ലെങ്കിൽ ആസ്, ഇതിലേതെങ്കിലും വേർഡ് യൂസ് ചെയ്തുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ എന്താ കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സിമിലി എന്ന് പറയാം. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ സിമിലിയിൽ എന്താ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യത്തെ പറയുന്നുണ്ടാവും, പക്ഷേ എന്താ അത് രണ്ടും ഒരുപോലെയാണ് എന്ന് പറയാനാണ് ഇവിടെ ഈ ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്ന് യൂസ് ചെയ്യുന്നത് അല്ലേ. ഈ കുട്ടിയുടെ വേഗം എന്ന് പറയുന്നത് ഏതുപോലെയാണെന്ന് പറയുന്നത്, കുട്ടി നടക്കുന്ന സ്പീഡ് ഒച്ച ഇഴയുന്ന പോലെ അല്ലേ, അതിൻ്റെ പോലെയാണ് എന്ന് പറയാനായിട്ടാണ് ഇവിടെ സിമിലി നമ്മൾ യൂസ് ചെയ്യുക. ദെൻ പിക്ക് ഔട്ട് അതർ ഇൻസ്റ്റൻസസ് ഓഫ് സിമിലി ഇൻ ദി എക്സ്ട്രാക്ട്. ഇനി ഇതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വേറെയും സിമിലി പറയുന്നുണ്ട്, അതിവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ഏതൊക്കെ എഴുതാം, സൈയിങ് ലൈക്ക് എ ഫർണസ്, എന്താ ഒരു തീച്ചൂള പോലെ എന്താണ് നെടുവീർപ്പിട്ടു എന്ന് പറയുന്നുണ്ട് അല്ലേ. ദെൻ ബിയേഡഡ് ലൈക്ക് ദി പാഡ്, ആ പുള്ളിപ്പുലിയെ പോലെ എന്താ ബിയേഡഡ് ആയിട്ടുള്ള താടിമീശയൊക്കെ ഉള്ള എന്ന് പറയുന്നുണ്ട് അല്ലേ. സോ ഇതൊക്കെ എന്താ സിമിലിയാണ്, ഇവിടെ ഉണ്ട് ലൈക്ക് യൂസ് ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. നെക്സ്റ്റ് കൺസിഡർ ദ ഫസ്റ്റ് 2 ലൈൻസ് ഓഫ് ദി എക്സ്ട്രാക്ട്. വാട്ട് ആർ ദ 2 തിങ്സ് കമ്പയർഡ് ഹിയർ? ഇവിടെ എന്താ 2 ലൈൻ തന്നിട്ടുണ്ട് അല്ലേ. ഈ 2 ലൈനിലും എന്തിനെയൊക്കെയാണ് കമ്പയർ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുന്നത്. ഫസ്റ്റ് ഓൾ ദി വേൾഡ് ഈസ് എ സ്റ്റേജ് എന്ന് തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈന് ആൻഡ് ഓൾ ദി മെൻ ആൻഡ് വുമൺ മിയർലി പ്ലേയേഴ്സ് എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദെൻ ഇവിടെയൊക്കെ എന്തിനെയാണ് കമ്പയർ ചെയ്ത് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഇവിടെ വേൾഡിനെ സ്റ്റേജായി പറയുന്നുണ്ട് അല്ലേ. സോ വേൾഡ് എന്ന് പറയുന്നത് ഒരു തിയേറ്ററിലെ ഒരു സ്റ്റേജ് പോലെയാണ് പറയുന്നത് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്താൽ ഇൻ ദി ഫസ്റ്റ് ലൈൻ ദി വേൾഡ് ഈസ് കമ്പയർഡ് ടു ദ സ്റ്റേജ് ഇൻ എ തിയേറ്റർ അല്ലേ. ഫസ്റ്റ് ലൈനിൽ എന്താ ഒരു തിയേറ്ററിലെ സ്റ്റേജ് ആയിട്ടാണ് ലോകത്തെ കമ്പയർ ചെയ്ത് പറയുന്നത്. നെക്സ്റ്റ് ഇൻ ദി സെക്കൻഡ് ലൈൻ ഓൾ മെൻ ആൻഡ് വുമൺ ആർ കമ്പയർഡ് ടു പ്ലേയേഴ്സ് ഓൺ ദി സ്റ്റേജ്. അതുപോലെ സെക്കൻഡ് ലൈനിൽ ഈ മെന്നും വുമണും എല്ലാം തന്നെ എന്താണെന്ന് പറയുന്നത്, സ്റ്റേജിലെ കളിക്കാരാണ് അല്ലെങ്കിൽ പ്ലേയേഴ്സ് ആണെന്ന് പറയുന്നത് അല്ലേ. സോ ഇവിടെ എന്താ ഹിയർ ദ റൈറ്റർ യൂസസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് കോൾഡ് മെറ്റഫർ. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് മെറ്റഫർ ആണ് അല്ലേ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ വേൾഡ് ഈസ് എ സ്റ്റേജ് ആൻഡ് ദാറ്റ് വി ആർ പെർഫോമേഴ്സ് ഓൺ ദി സ്റ്റേജ് ഓഫ് ലൈഫ്.
അത് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ലോകം എന്ന് പറയുന്നത് സ്റ്റേജ് ആണെന്നും നമ്മളെല്ലാം ഈ ലോകം എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജ് ഓഫ് ലൈഫിലെ പെർഫോമേഴ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ദെൻ ഇവിടെയുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നേ സിമിലിയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സിമിലി ആണെങ്കിൽ നമ്മൾ ഇതുപോലെ കമ്പയർ ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് ലൈക്ക് അല്ലെങ്കിൽ ആസ് യൂസ് ചെയ്തിട്ടാണ് കമ്പയർ ചെയ്യുക. മെറ്റഫർ ആണെങ്കിൽ ലൈക്കോ ആസോ യൂസ് ചെയ്യാതെയാണ് ഇതുപോലെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇവിടെ ഈ 2 ലൈനിലും ലൈക്കോ ആസോ ഒന്നും വന്നിട്ടില്ലല്ലോ. സോ ഇതുപോലെയുള്ളതാണ് മെറ്റഫർ. ഇനി പിക്ക് ഔട്ട് അതർ ഇൻസ്റ്റൻസസ് ഓഫ് മെറ്റഫർ ഇൻ ദി എക്സ്ട്രാക്റ്റ്. ഇനി നിങ്ങളോട് ഈ പോയത്തിൽ നിന്ന് വേറെ മെറ്റഫർ ഇവിടെ എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതെഴുതാം? ഹിസ് ആക്ട്സ് ബീയിങ് 7 ages അല്ലേ. എന്താ അവൻ്റെ ആക്ട്സ് എന്ന് പറയുന്നത് എത്ര ഏജസ് ആണ്? ഒരു 7 ഘട്ടം. ആക്ട്സിനെ എന്താക്കിയിട്ടുണ്ട്? 7 ഘട്ടമായി കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. ഇവിടെ മെറ്റഫർ എന്താ തന്നിട്ടുണ്ട്? നമ്മൾ മുന്നേ പറഞ്ഞത് തന്നെയാണ്. മെറ്റഫർ ഈസ് എ പോയറ്റിക് ഡിവൈസ് ദാറ്റ് സ്റ്റേറ്റ്സ് ഇംപ്ലിസിറ്റ് കമ്പാരിസൺസ് വിതൗട്ട് ദ യൂസ് ഓഫ് ലൈക്ക് ഓർ ആസ്. ലൈക്ക് ഓർ ആസോ യൂസ് ചെയ്യാതെ എന്താ കമ്പാരിസൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ് അസേർട്സ് ദാറ്റ് 2 things ആർ ഐഡൻറ്റിക്കൽ rather than just similar.